നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി മുതയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൻ്റെ 1 കപ്പ് അളവിലാണ് റാഗി പൗഡർ എടുക്കാൻ പോകുന്നത്, റാഗി പൊടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം റാഗി പൗഡർ ഞാൻ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്. അതും കൂടി ചേർത്തതിന് ശേഷം കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത്യാവശ്യം വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ബാക്കി റാഗി പൗഡറും കൂടി ചേർക്കണം. എന്നിട്ട് ഉടനെ മിക്സ് ചെയ്യാൻ പാടില്ല. വെള്ളം എല്ലാം മേളിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചേക്കണേ. ഒരു 10 മിനിറ്റ് വരെ അങ്ങനെ അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളം ചൂടുണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങൾക്ക് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സൈസിൽ എടുക്കുക, അല്ല ചെറിയ ബൗളായിട്ട് മതിയെങ്കിൽ ആ ഒരു സൈസിൽ എടുത്തിട്ട് ഇതുപോലെ പാത്രത്തിന് മുകളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫേസിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്.